വെള്ളപ്പ് വരുവേ പറ്റിയ വെള്ളം ഫുള്ള് അടിച്ചു കളിയാണ്. അടിച്ചു കളഞ്ഞാല് ഉറവ് വെള്ളം ഉണ്ട് അതിങ്ങനെ. ഏതായാലും വെള്ളം തേകണം, തേകി കളയണം, ഫുള്ള് കളയേണ്ടി വരും. ഇനി വെള്ളം ഉണ്ടായിട്ട് വേണ്ട, ഈ വേനൽക്കാലമാണ്. പറവ നല്ലോണം വരുന്നുണ്ട് ഈ വേനൽക്കാലത്ത്. ഇതില്ലാത്ത നമ്മള് സ്കൂൾ പഠിച്ചിടന്ന്. അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് രാവിലെ നീച്ചപ്പോ തന്നെ എന്താ സംഭവം എന്ന് വെച്ചാല്, ഉമ്മ കിണറ്റില് പൂച്ച ചാടിയാർന്നാണ് വരുന്നത്. രാവിലെ തന്നെ ആകെ ഇന്നത്തെ ദിവസം പോക്കായി. കാരണം പൂച്ച ചാടിയ വെള്ളമൊന്നിനും പറ്റൂല. അപ്പൊ പൂച്ച ചാടിയാണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള പൂച്ചയാണ്. പൂച്ചനെ അങ്ങനെ കയറ്റാൻ നോക്കിയിട്ടും പൂച്ച അടുക്കണില്ല. കുറേ നേരം കിട്ടോ കേറ്റാൻ നിൽക്കണം. ആള് കയറുന്നില്ല, ഇങ്ങനെ കയറുന്നില്ല. അവിടെ 2 പൂച്ചകൾ കരുവിരിക്കുമ്പോ ചാടിയെന്ന് അമ്മ പറഞ്ഞു. 5:30 വെച്ചിരുന്നു. അപ്പൊ ചാടി എങ്ങനെ കൊറേ കയറിട്ട് നോക്കി, കൊറേ കയറിന്റെ കപ്പിട്ട് നോക്കി, ബക്കറ്റ് കയറുന്നില്ല സംഭവം. വെള്ളം കുടിച്ചിട്ട് എന്താണ് അവ നല്ല കനം ഉണ്ടാക്കുക. നല്ല വലിയ പൂച്ച, പട്ടിയാളം മാതിരി വലിപ്പം തോന്നുന്നുണ്ട്. അത് നനഞ്ഞിട്ടാണോ അറിയില്ല. ഇനി കേറിക്ക വെള്ളം തേകാനൊക്കെ ആളെ വിളിച്ചിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് കിട്ടേന്ന് പറഞ്ഞു. രാവിലെ വിളിച്ചാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വരാറ് ഒരു കയറ് കെട്ടി തൂക്കി വെച്ചാൽ മതിയാണ്. കുറേ നേരം നോക്കിയിട്ടും ആളെ കിട്ടിയിട്ടില്ല കേട്ടോ. ആളിതുമ്പോ കയറിന് കടിച്ചു തൂങ്ങിക്കാൻ മതി. പക്ഷെ കാലം കൊണ്ടുള്ള നല്ല വലുപ്പുണ്ട്, തടിയും വലുപ്പമൊക്കെ ഉണ്ട്. സാധാ പൂച്ചെങ്കില് കണ്ടിട്ട് പോക്കാൻ പൂച്ചയാണോ എന്നൊക്കെ ഡൗട്ട് തോന്നുന്നുണ്ട്. നല്ല തടി മണ്ണോ വയറക്കിടങ്ങി വെള്ളം കുടിച്ചാൽ അങ്ങനെയല്ല, എന്നാലും നല്ല വലിപ്പുണ്ടാവുക. കൊയങ്ങി വന്നിട്ട് നാളെ വിളിച്ചിട്ടപ്പോ വരാന്നാ പറഞ്ഞത്. അപ്പൊ രാവിലെ തന്നെ ഇനി പുട്ടൊക്കെ ഉണ്ടാക്കണേ. പിന്നെ തേങ്ങ ചെരണ്ടി നമ്മളെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിലത്തെ വെള്ളം ഏകദേശം തീരുമാനമായി. ഇനിയൊരു ചെറിയ കുടുക്കിടുമാനുണ്ട് വെള്ളം. ഇതോടി കഴിഞ്ഞപ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഏതെല്ലാം വെള്ളം ഇനി കുടിച്ചാൻ പറ്റൂല. അപ്പൊ ഞാൻ വെള്ളം ഏതായാലും കുടിച്ചാൻ പറ്റൂല. ചോറും കഞ്ഞും തീമ വെക്കണില്ല. ഇനി പെരി പോവോ ഞാൻ എന്താണെന്നും അറിയില്ല. തിരുമ്പാനൊന്നും പറ്റൂല. തിരുമ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചോറും കഞ്ഞി ആവാൻ എനിക്ക് പ്രശ്നം. അപ്പൊ ഇനി ആളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം. ആൾ പേരിക്കാനും ഏതായാലും വെള്ളം തേകണം, തേകി കളയണം, ഫുള്ള് കളയേണ്ടി വരും. ഇനി വെള്ളം ഉണ്ടായിട്ട് വേണ്ട, ഈ വേനൽക്കാലമാണ്. എടാ നമ്മളെ കേറ്റില് പൂച്ച അടിയിക്കുന്നത്. പൂച്ച കാര്യം വലിയൊരു പൂച്ച വന്ന് നോക്ക്. പൈപ്പത്തെ വെള്ളം എടുക്കരുത് കേട്ടോ പല്ലേക്കാന്. ഓരോ തമാസ അറിയുന്നാണ്. അല്ലേ ജീവണ്ട് എടാ, കൊയങ്ങി കിടക്കണ. ചത്തിട്ടില്ലേ? അവിടെ കയറ് കെട്ടി കൊടുത്തിക്കണേ. അങ്ങനെ കൊറേ നോക്കിയാ ബക്കറ്റേര് കിട്ടണില്ല. അത് പറ്റൂല, അതിന്റെ ബാക്കി കയറ് അവിടെ കെട്ടിട്ടിരിക്കണേ. പറ്റൂല. ഞങ്ങൾ നോക്കി എപ്പ ചാടിക്കണ്, രാവിലെ ചാടിക്കണ് 6 മണിയാകുമ്പോത്തിന്. അത് വലിയ പൂച്ചയാണടാ, ചെറിയ പൂച്ചയൊന്നല്ല. പൂച്ചേ ഞാൻ ആദ്യമായിട്ട് കാണാം നമ്മളീ വൈക്ക്.
കടിച്ചു ഇല്ലടാ കിട്ടൂല. പുറത്ത മുട്ട പോവും. പക്ഷെ ഇതുമ്പോ പുടിച്ച് നിന്നാ മതി. അതില് കേറി കിട്ടണില്ലേ. ഞങ്ങളെ എപ്പ തുടങ്ങിയതാണ് ഞങ്ങളറിയോ? കാല് കിട്ടി നമ്മളീ ബക്കറ്റ് കൊള്ളൂലേ. അത് ഇത് അങ്ങനത്തെ ബക്കറ്റാണ്. ആ കാക്ക വരുന്നുണ്ട്. ഈ കാക്കാനെ വിളിച്ചിക്കണേ. അതിന് ജീവനർക്ക് കിട്ടട്ടെ. കിട്ടൂലേടാ. ഒരു കാലയിൽ കയറ്റിയോ? കാല കേറൂലേ. ആ കുട്ടിയറിയുണ്ട്. പുടിച്ച് നിക്കണ അവിടുന്ന് വിടണില്ല. അങ്ങനെ കിട്ടൂലടാ. ചെറിയ പൂച്ചക്കുട്ടീനെ നമുക്ക് കിട്ടും. ഇതിനെങ്ങനെ കിട്ടണില്ലേ? ഇനി കുട്ടി അങ്ങനെ എടുത്തിട്ട് പോവും. ചാടും. അതിന്റെ നടുക്ക് പോവും. ഏതെല്ലാം കാക്കപ്പ വരാൻ നിൽക്കണം. ഇനി വെള്ളം പറ്റൂല നമ്മക്കേ. വെള്ളം തേങ്ങ കളയേണ്ടി വരും ഫുള്ള്. എന്നിട്ട് ഈ വെള്ളം കുടിച്ചാലൊന്നും പറ്റൂലല്ലോ. ആ എണ്ണിക്കുട്ടി കരയണേ. ഓയ് മതി. ഇങ്ങോട്ട് നിക്ക്. കിണറ്റ് ഇങ്ങോട്ടേക്ക് കൊയിഞ്ഞാടും. ആ കാക്കപ്പ വരും. നോക്ക്. മണ്ടി കുട്ടി കരഞ്ഞിട്ട് മണ്ടിപ്പടി എത്തി. എവിടേക്ക് എത്തണം കാക്കൂന്? അതെന്തിനാ കരയണേ? കൊഞ്ഞ നമ്മ കെറ്റില് പൂച്ച ചാടിക്കണേ. കുഞ്ഞു പൂച്ചേ. ഇവൾക്കൊരു സമാധാനല്ല കേട്ടോ. ഓർന്ന് പോരുന്നില്ല. കിട്ടാനായോ? അതിന് കുടുങ്ങിട്ട് കാര്യല്ലടാ. അതില് കിട്ടൂലേ. ഓല ഇറങ്ങുവേ. ഇറങ്ങിട്ട് ഞമ്മള് ഇതാക്കിയ മതി. വലുതാണ്. നോക്ക്. നീ വെള്ളമൊക്കെ കളിക്കും. വെള്ളം പറ്റൂല. കെട്ടിട്ട് അടച്ച കളി. നമുക്ക് വെള്ളം ആദ്യം മുതൽ വരണ കിണറ്റില്. എന്താ അറിയില്ല. ഒക്കെ നീച്ച് വരികയാണ് കേട്ടോ. എന്നേക്കിനെ പോയി പല്ലേച്ചാണി. എവിടെ? കവറാണ്. കവറമ്മേ. അത് എന്തോ ആണ്. ചോരൊന്നല്ല. പെയിന്റാണ്. കൊയങ്ങിയില്ലേ? കൊറേ മെനക്കെട്ടു കേട്ടോ. കിട്ടണില്ല അല്ലേ? അവിടെ വെച്ചള. അതില് കേറി ഇങ്ങനെ നിന്നോളൂ. കേറിയിട്ടൊന്നുമില്ല. എപ്പ തുടങ്ങിയ പൊടിച്ചൊക്കെല്ലാം അറിയോ? കൊയങ്ങിക്കണേ. പല്ലേക്കാണോ? ഒക്കെ നമ്മളകത്ത് കുറച്ച് ഒരു ചെറിയ കുടുക്കില് വെള്ളം ഉണ്ടാക്കിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പൈപ്പ് തള്ളം എടുക്കല്ലോ കേട്ടോ. അമ്മ കുറച്ച് അടിച്ചിക്കണേ. പറ്റൂല. നീന്തല്ലടാ. പെടക്കാണ്.
എന്താണ് രക്ഷപ്പെടയിലും വലിച്ചുണ്ട് ആമ പുടിച്ചുണ്ട്. ആ കാക്ക പറഞ്ഞൊരു കയറിട്ട് കൊടുക്കാന്. ആ പുടിച്ചുണ്ട്. ആ നിക്ക് നിക്ക് വലിച്ച് വലിച്ച് നിക്ക് ഇമ്മ കടിച്ചു നോക്കിട്ടോ. തുടി ഫീ തുടി മാറോ മാറി കൊറേ കിട്ടീനില്ലേ. ഇടയ്ക്ക് അങ്ങനെ തോന്നല നേരത്തെ വെച്ചും കിട്ടി. ആ വരുന്നുണ്ട് കയറുന്നൊക്കെ വരുന്നുണ്ട്. തെരഞ്ഞു പോകുന്നു. അപ്പൊ ഇത് കൊയങ്ങിക്കണ അതിന് വെച്ചട കൊയങ്ങിട്ടേ ഇനിയിപ്പോഴൊന്നും കേറൂല അങ്ങനെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കേറുള്ളൂ. അങ്ങനെ പൂച്ചനെ കിട്ടിട്ടോ. ഇനിയിപ്പോ മോട്ടർ അടിച്ച് വെള്ളം കളിയുന്ന തിരക്കിലാണ്. പൂച്ചനെ ആ കാക്ക വന്നിക്കണ അവിടെ ഊരാങ്കുൾക്ക് ഇട്ടുങ്ങാണ്ട് വലിച്ച് കയറ്റിക്കാണ്. വെള്ളം കിട്ടുന്നില്ല ആ കയ്യില്. അപ്പൊ വെള്ളം കളിയുന്ന തിരക്കിലാണ്. അത്യാവശ്യം വെള്ളം തെങ്ങിന്റെ ചോട്ട് കാക്കുണ്ട്. ഇനി എല്ലാ ചെടിയും മരൊക്കെ നനച്ചിട്ട് വാക്കിൽ നമുക്ക് ഊകത്ത് കൂടെ വിടാറ് നിൽക്കുക. അത് നല്ലോണം കൊടുത്തല്ലടാ വെള്ളം. ഏതായാലും വെറുതെ കളയല്ലേ. ഇതാ പൂച്ച ഉണ്ടവിടെ. പോയിട്ടില്ല. ദമ്മ് കൊടുക്കല്ലോ. അതിന്റെ മുരടുക്കല്ല, അതിന്റെ കുറച്ച് അപ്പുറത്തേക്ക് ആക്കി അടിച്ചല്ലേ ആ പ്ലാവൊക്കെ നാസാവും. കിട്ടും. ആയിക്കോട്ടെ. ഓക്കെ. എവിടെ പണി വെയിലത്താ? അല്ലാതെ നമുക്ക് അവിടെ പണി ഉണ്ടാകുക. മുതലാളി വിളിച്ച് പറയുന്നത് എന്താ പെയിന്റ് കൊണ്ടുപോകാനോ? പെയിന്റ് കൊണ്ടുപോകാനല്ലേ, പെയിന്റ് അടിച്ചിരിക്കണോ സൈറ്റിന്ന്. വേറെ സൈറ്റ് ഉണ്ട് ചൂടക്കണ്ടി. ആ സൈറ്റിൽ പെയിന്റ് അടിച്ചിരിക്കണോ എന്തേ നോക്കാൻ. ഇനി എന്താ കാട്ടുക? നിങ്ങൾ പണിയാറി വരുമ്പോ ഞങ്ങൾ ഇവിടെ ഉണ്ടാവൂല. എന്തേ? ഞങ്ങള് സ്ഥലം മാറി പോവാണ്. ഞങ്ങള് പെരീക്ക് പോവാണ്. അങ്ങനെ പെരീക്ക് വല്ല രാസം കിട്ടിയ പൂച്ച മനഃപൂർവ്വം ചാടിയതുകൊണ്ട് വെള്ളപ്പോ വരുവേ. പറ്റിയ വെള്ളം ഫുള്ള് അടിച്ചു കളിയാണ്. അടിച്ചു കളഞ്ഞാല് ഉറവ് വെള്ളം ഉണ്ട്. അതിങ്ങനെ വന്നോണ്ട് വരണ്ടേ. ഇമ്മ ജിൻസിന്റെ അടുത്തേക്കും പോവാണ്. ഹലോ പോവല്ലേ? ഞങ്ങൾ പെരി പോയി നിക്കട്ടെന്ന്. വെള്ളം പോട്ടെ. എന്തിനെല്ലാം വെള്ളം വേണം? ചോറും കഞ്ഞിയും വെക്കാൻ വെള്ളമല്ല. വെള്ളം പോവാനേ പിന്നെ കിണറിങ്ങിന്റെ വെള്ളം പോകാന് കുറച്ചു നേരം മതി. അത് കഴിഞ്ഞാൽ വെള്ളം പോകും. വെള്ളം വരുന്നുണ്ട്. വെള്ളം വരട്ടെ, ഞങ്ങൾ എന്തായാലും പോകും. ചായ കൊടുക്കണേ. എന്തോ കഷ്ടങ്ങൾക്ക് ഇപ്പൊ പൂച്ച കഴിഞ്ഞ് നിങ്ങൾ അതിന്റെ പേരും പറഞ്ഞാണ് പോവാണല്ലോ. അപ്പൊ നിങ്ങള് എല്ലാരും പോകാണ്. നിങ്ങളല്ലോ ഇമ്മയും പോകാണ്. ഓയ് ചിരട്ട കത്തിച്ചിരുന്നോലോ. നിങ്ങൾ കിണറായി പോയിട്ടില്ലേ? ഇനിയോ അതെന്തിനാ ചിരട്ട? ഈ കടലക്കറിന്റെ ഒരു പഞ്ചസാരയും കുട്ടിയെ തിന്നുന്നത് എന്താ? പിന്നെ ഞങ്ങൾ കട ചെറിയ കുട്ടികളെ മതിരി കടലുണ്ടേ. കടല എവിടെ? ഓയ് അപ്പൊ ഒന്ന് പുട്ട് വെച്ചപ്പോ കടലേ അടി പിടിച്ചു. എന്നിട്ട് പിന്നെ ശരിയാക്കി. വെള്ളം ഓ ചാടല്ല. ഞങ്ങൾ പോവേ. വണ്ടി ഇവിടെ വെക്കില്ല നിങ്ങൾ ഏതായാലും. അങ്ങനെ നമ്മളെ കിണറ്റത്തെ വെള്ളമൊക്കെ വറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ നല്ല ഉറവയും കാര്യമുണ്ട് കേട്ടോ. ഉറവ നല്ലോണം വരുന്നുണ്ട് അല്ലേ ഈ വേനൽക്കാലത്ത്.
ഇനിയുണ്ട് മൊത്തം 9 റിങ്ങാ. ഇനിയിപ്പോ എത്ര റിങ് ഉണ്ടാവും? അന്നെ കാട്ടിയ കുഴപ്പമുണ്ടോ? ഇതാണ് പണിക്കാരൻ. പണിക്കാരന്റെ ഇപ്പി മകനാണ്. കിണർ തേകാനും പിന്നെന്തൊക്കെ നിങ്ങള് പരിപാടി? എന്തേലും ഇതേപോലെ ചാടി എടുത്ത് കൊടുക്കൂലേ ജന്തുക്കള്? രാവിലെ ഞങ്ങള് കൊറേ നേരം നോക്കണേ, എങ്ങനെ ആയിട്ട് കിട്ടണില്ല. ലാസ്റ്റ് എന്റെ എപ്പ വന്ന് കഴുത്തില് കുരുക്ക് കിട്ടുങ്ങാണ്ട് കുടിച്ച് വലിച്ചിക്കാണ്. മോട്ടർ വെക്കാൻ പറ്റില്ല. മോട്ടറല്ലേ എട്ടുണ്ടോ? മാറ്റി പിടിച്ചണോ? എന്താ ഇതിന്റെ ഉള്ളില് പുറത്ത് പോയിരുന്നു ഒന്ന് അറിഞ്ഞൂല ഞാന്. പിന്നെയും ആ റിങ്ങത്തെ കറ്റാനായി വെള്ളം. അത് പോരിച്ചെടുത്തോ ഒരിക്കലും നല്ല തന്നെ അങ്ങനെ ഓല് ഞാൻ ഓലോട് പഠിച്ചെത്തി ഞാൻ പറഞ്ഞു. ഓലോട് കൊരണ്ട ഓല് കുഴപ്പമില്ലായിരുന്നു. കിണർ ഈ കുടിയിലെത്തിയപ്പോ അടുത്ത ഫോണിങ്ങനെ വരുന്നു. ഈ 2 റിങ് നിലത്തേക്ക് എത്തി. ഇവിടെ താമസിക്കുന്നത് അടിയത്തെ മണ്ണ് കോരിയാലോ? ഉറപ്പില്ലാതെ കിടക്കല്ലേ. അയലൊക്കത്തെ തൊഴിലത്തെ കുടിക്കാണ് ആ വെള്ളത്തിൽ കിടക്കുന്നത്. ബക്കറ്റ് ഉണ്ടായിരുന്നു അന്ന് ചാടികടി. മങ്ങള് പേന പിടിച്ചോ? വെള്ളം കളിക്കട്ടെ. എന്തേ നല്ലോ ചേടാ, ഞാൻ അടുക്കളയിലേ വെള്ളം തെളിയാനില്ലേ? ഫുട്ബോള് മുഖ്യത്തിന് അതിപ്പോ ചളിയ വന്നിക്കണേ. ഞാൻ പൊന്തിച്ചേ വെള്ളം മാത്രമല്ല. നല്ല വെള്ളം വരുന്നുണ്ട് എന്നോട് പറയുന്നു. അങ്ങനെ നമ്മളെ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൂച്ചനൊക്കെ എടുത്ത് വെള്ളമൊക്കെ വറ്റിച്ചോല് പോയി. ഇപ്പൊ വെള്ളമൊക്കെ ഇങ്ങനെ ഉറവ് വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഏതായാലും ഇവിടെ നിൽക്കലടക്കൂല. ഉമ്മാന്റെ പിന്നെ നിൽക്കുന്നത് വെല്ലിപ്പ് വന്നപ്പോഴാണ് സംഭവം ഇങ്ങനെ അറിയണത്. അപ്പൊ ഇനി എന്താ കാട്ടണ പോലെ അറിയില്ല. അമ്മ ചിലപ്പെങ്കിലേ പോകുള്ളൂ. ഉറവല്ലോണ്ട് വലിയ സീനില്ല. എന്നാലും എന്താ കാട്ടണ അറിയില്ല. ഏതായാലും ഞങ്ങള് പോകണം. ഞാൻ രക്ഷപ്പെട്ടു. എടാ കുട്ടിനെ മാറ്റിയോണ്ട് നിൽക്കാണ്. പാമ്പേസ് അടുത്ത് കൊടുത്തിരുന്നു. പോകില്ലേ? ഒരു ഷോകല്ലേ? പോകില്ലേ? പിന്നെ എന്നാലേ ഞമ്മക്ക് ആദ്യം പോകുക. വണ്ടിമേ എല്ലാരും കൊള്ളൂല. ഇജും ഞാനും ഫിദും പോകുക. എന്നിട്ട് നമുക്ക് ചിക്കൻ വേണം. ചിക്കൻ കടയിൽ പോയി ചിക്കൻ വാങ്ങിയിട്ട് അച്ഛമ്മക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് കുട്ടീനെ എടുത്ത് പോകാം. പൂമോളോട് വരും ചോദിച്ചോക്കട്ടെ. കുട്ടീനെ കുറിച്ച് ആളില്ലല്ലോ. ജോ ജോ കുടിച്ചാനായിട്ടില്ല. എല്ലട്ടോ ഞാൻ ടൊക്ക. അപ്പൊ കോഴിക്കടയിലെത്തി. കോഴി കെട്ടിക്കൊണ്ടിരിക്കാണ്. ഇവിടെ മീൻ കാണാൻ നടക്കുക. ശമനെ വിളിച്ചിട്ടോളൂ എടുക്കില്ല. അപ്പൊ ഇനി എന്താ കാട്ടാ കുട്ടീനെ കൊണ്ടുപോകാന്? നമുക്ക് വാങ്ങണം. പിന്നെ അത് നമ്മള് വളർത്തിയിട്ട് എളുപ്പം ചാകുകയെ. ഇങ്ങനത്തെ ചെറിയ ഗ്ലാസ് ടൈപ്പ് വേണം. നല്ലോ നോക്കണം. നിങ്ങൾ കളിച്ചാൻ പോകുമ്പോഴേ നിങ്ങൾ നോക്കൂല. അതല്ല രസം. അതല്ല രസം. ഇങ്ങനത്തെ ചെറുതുകളാ രസം. അതെന്ത് മീനാ? ഇത് രസല്ലേ കാണാന്? ആ വാങ്ങ വാങ്ങുമ്പോ വാങ്ങ. നല്ല രസമുണ്ട്.
ഇപ്പഴല്ല പിന്നെ വരാ. ആ മേലക്കൂടിയൊക്കെ ഉണ്ട് മീനുകള്. വലുതില്ലേ? ഇതിലൊരു വലിയ മീനില്ലേ? ഇനിയുടെ എന്താ അതിന്റെ പേര്? അലിഗേറ്റർ. ഇതിലെന്തിനുണ്ടോ? എന്താ കോഴിക്കാർപ്പല്ലേ? പണ്ട് ചെറുപ്പത്തിൽ നമ്മള് തറവാട്ടിലായിരുന്നേ. എത്രങ്ങാനും വലിയ ചില്ലിലേ എത്രങ്ങാനും മീനുകള്. ഓസ്കാറും വേറെ ഇതൊന്നും ഇല്ലാന്ന് ഇജില്ലാത്ത നമ്മള് സ്കൂൾ പഠിച്ചന്ന്. എവിടെ ഇത് മറ്റേത് ആക്കണത് മുതല പോലത്തെ മീന് കടിച്ചുലേ? പല്ലുണ്ട്. ഇങ്ങനത്തെ ഒന്ന് സിംകാക്ക് വാങ്ങിയിട്ടില്ല ഇനിയോ? വെള്ളം മാറ്റിയപ്പോ ഒക്കെ പോയില്ലേ? ഓരോന്ന് നല്ല രസം അതിന്റെ വാലുകള് കാണാൻ. അനങ്ങാതെ അങ്ങ് നിക്കൂലേ? നമുക്ക് തന്നെ ഇങ്ങനെ ഇതില് പക്ഷെ എന്താ രസം. ഈ ബ്ലാക്കൊക്കെ നോക്കി എന്താ രസം. 100 അല്ലെങ്കിൽ 200 ഇതിനൊക്കെ അതിനൊക്കെ 100. ഇതെന്താ നീന്താൻ വയ്ക്കോത്തല്ല മാതിരി നീന്തി കളിച്ചു ഇവിടെ. അവിടെ ഒരു കോയിലേ ഇനിയുടെ നോക്കി അവരുണ്ടോ കോയിലേ? എങ്ങോട്ടും പോകൂല. തുറന്നിട്ടിക്കണ് ആട്ടണ്ട അത് പോണു. നീ നമ്മളെ എണ്ണിക്കുട്ടി ഇപ്പൊ കരയും. അതിന്റെ വലിപ്പല്ലേ വലിയ കോഴിയാ. ഇങ്ങനെ നമ്മൾ സഞ്ചൊക്കെ എടുത്ത് ഇവിടെ ആക്കി ഇമ്മാനെ കൊണ്ടുപോകാം. ശമനന്റെ പണി കഴിഞ്ഞിട്ടില്ല. മീൻ നന്നാക്കി ഒരു 15 മിനിറ്റ് കൂടി നിക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി തരാറുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. ഇപ്പൊ ചൂടുമ്പോ കുറച്ച് നിലത്തെടുക്കുക. എന്ത് ഒരു നാളെ പോകേ കാരം. നിന്റെ ഒരു കുട്ടിന്റെ അവിടെ എന്താ അവസ്ഥ? അവക്കാരിയുണ്ടാവും. ഇതെന്തിനാ കുട്ടിനേറ്റ് വരാ. നടന്നോ ഇപ്പയും കുട്ടിനെ കൊടുന്ന് ഇപ്പാരടുത്ത് കുട്ടി കിടക്കണ്ട. നല്ല ഉറക്കേനി. അളകി ഉറങ്ങിയായിരുന്നു അടുത്തമ്മ. അങ്ങനെ നമ്മളെല്ലാരും നുള്ളി പൊറക്കിങ്ങാണ്ട് പെരയിലെത്തിക്കണ്. കുഴങ്ങിട്ടോ പേരും വെയിലാണ്. ഈ വെയിലത്തൊക്കെ കുഞ്ഞുമാന് പണി. അപ്പൊ ചോറൊക്കെ റെഡിയാണ്. ചോറുണ്ട്. നല്ല ചീരൻ്റെല താളിപ്പുണ്ട് കാരണമ്മ. താളിപ്പ് നമ്മളൊരു വീക്ക്നെസ് ആണ്. മുരിങ്ങാ താളിപ്പായാലും ചീരൻ്റെല ആയാലും ഒക്കെ. എവിടെ നമ്മ ചീരൻ്റെല കിട്ടിയേ? നല്ലല്ലേ? ഇതെന്താ കറി? രാവിലത്തെ കരിമീൻ കറിയോ? പിന്നെ ചിക്കൻ നമ്മൾ വന്നപ്പോ വാങ്ങിക്കണം. എന്താ പൊരിച്ച വരത്തിയാ മതിയോ? ചിക്കൻ പറന്നനാക്കാന്ന് അമ്മ പറയുന്നത്. എന്താലേ എന്ന് വിചാരിച്ചാത്തൊരു വരവായി. പൂച്ചന്റെ ചാട്ടവും വള്ളം തേകലും അല്ലേ? കിണറ് തേകിട്ടില്ല. മറ്റോന്റെ പടക്കം അന്നെ ശരിയാ കൂട്ടും. പറയണ്ട മുണ്ടണ്ട. അവിടെ നിന്ന് പൊട്ടി തെറിച്ചുവോ? പടക്കം വാങ്ങിയാണ്ട് പൊട്ടിച്ചണ പണിയാണ് ഇപ്പൊ.
എന്താ തിന്നാ പുട്ടുന്നല്ലേ കലക്കി പറഞ്ഞു പൊടിയിട്ട് കലക്കി പറഞ്ഞു